എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിയറ്റ്നാം സീരീസിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞങ്ങൾ വിയറ്റ്നാമിൽ തന്നെയാണ്. വിയറ്റ്നാമിലുള്ള ഡനാങ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഡനാങ് ശരിക്കും ഇവിടുത്തെ ഒരു ഹബ്ബ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത്ര വലിയ സിറ്റിയൊന്നും അല്ലെങ്കിലും ഡനാങ്ങിലാണ് ഇവിടുത്തെ എയർപോർട്ട് സ്ഥിതി ചെയ്യണത്. ഈ ഡനാങ് എന്ന് പറയുന്ന സിറ്റിനോട് ചേർന്നാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള മാർബിൾ മൗണ്ടെയ്ൻസും അതുപോലെ തന്നെ ഹൊയാനും പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ പോയ ബാണ ഹിൽസ് എല്ലാം സ്ഥിതി ചെയ്യണത്. ഇന്ന് രാവിലെ ഞങ്ങൾ ഡനാങ്ങിനോട് ചേർന്നുള്ള മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ബാണ ഹിൽസിലേക്ക് പോയേക്കാറുന്നു. ശരിക്കും ഈ ബാണ ഹിൽസിൽ ഒരു ദിവസം ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നെങ്കിലും ഞങ്ങൾ വൈകിട്ട് ഒരു പരിപാടി ബുക്ക് ചെയ്തിരുന്ന കാരണം കുറച്ച് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ സ്റ്റേ ചെയ്യണ ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന പുഴയിൽ കൂടെ ഉള്ളൊരു ബോട്ടിംഗ് ആണ് വൈകുന്നേരം പ്ലാൻ ചെയ്തേക്കുന്നത്. ഏകദേശം രാത്രിയൊക്കെ ആയി തുടങ്ങിയതോടുകൂടി ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് ഇറങ്ങി. ഈ ഒരു പുഴയിനോട് ചേർന്ന് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ടൂറിസ്റ്റ് ആക്ടിവിറ്റി എല്ലാം കാണാനുണ്ട്. കുറേയധികം ഹോട്ടൽസും അതുപോലെ തന്നെ കഫേകളൊക്കെ ഉള്ളൊരു ഏരിയയാണിത്. മിക്കവാറും എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലും വാട്ടർ ബോഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് അത്യാവശ്യം നല്ല ആക്ടിവിറ്റീസ് കാണാറുണ്ടല്ലോ. ഇവിടെയും അതിന് മാറ്റമൊന്നുമില്ല. ഇവിടുത്തെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളുടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ബോട്ടിങ്ങിന് പോകാനായിട്ടുള്ള ബോട്ട് ജെട്ടി. ഇവിടെ ബോട്ടിംഗ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കിയോസ്കുകളാണ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത്. ഇന്നൊരു ഞായറാഴ്ചയായിട്ടും കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല കേട്ടോ ഇവിടെ. ഇനി എങ്ങനെ തിരക്കുണ്ടായാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് രാവിലെ തന്നെ എടുത്തു വെച്ച്. നമ്മൾ ബുക്ക് ചെയ്ത ഓപ്പറേറ്ററിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള നടപ്പാണ് ഇപ്പം. ഞങ്ങൾ ബുക്ക് ചെയ്തേക്കണ കിയോസ്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ പോണ ഈ പുള്ളിക്കാരിനെയും കൂട്ടിയിട്ട് ബോട്ടിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ വിട്ട്. ടൂർ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ കൂടെ ഉണ്ടെങ്കിലും എല്ലാവരും ടിക്കറ്റ് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റണത്. ഈ ഒരു ബോട്ടിങ്ങിന് ഒരാൾക്ക് ഏകദേശം 500-600 ഇന്ത്യൻ രൂപയുടെ അടുത്താണ് ഞങ്ങൾക്ക് ടിക്കറ്റ് റേറ്റ് ആയത്. ഇതുകൂടാതെ ചില ഓപ്പറേറ്റർമാർ ഇവിടെ ഡിന്നർ ക്രൂയിസൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കിയോസ്കിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് കയറാനായിട്ടുള്ള ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി. കെയ്നാണ് ആദ്യം ബോട്ടിൻ്റെ അകത്തേക്ക് കയറണത്. ഇതിനോട് ചേർന്ന് തന്നെ നിർത്തിയിട്ടേക്കണ തൊട്ടടുത്തുള്ള ബോട്ടിലാണ് ഞങ്ങൾക്കുള്ള ബോട്ടിംഗ്. രണ്ട് നിലകളായിട്ടുള്ളൊരു ബോട്ടാണിട്ടത്. 2 നിലയൊക്കെ ഉണ്ടെങ്കിലും താഴത്തെ നിലയിലൊന്നും ഒരു മനുഷ്യനെ കാണുന്നില്ല. മേലിലും കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല കേട്ടോ. ഈ ഡനാങ് ശരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുഴയിനോട് ചേർന്നുള്ള ഭാഗത്താണെന്ന് തോന്നുന്നു. ഈ പുഴയിനോട് ചേർന്ന് കുറേയധികം ഹൈ റൈസ് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ നൈറ്റ് ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. ഹിൽട്ടനും നോവോട്ടൽ പോലെയുള്ള വലിയ ഹോട്ടൽസ് മിക്കതും ഈ പരിസരത്തായിട്ടാണ് ഉള്ളത്.
അതുപോലെ തന്നെ കുറച്ച് ടൂറിസ്റ്റ് ആക്ടിവിറ്റി ഉള്ളൊരു ഏരിയയാണ് ഇവിടുത്തെ ബീച്ചിൻ്റെ സൈഡും. പുഴയിൽ കൂടെ നേരത്തെ തന്നെ കുറേയധികം ബോട്ടുകൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെയുള്ള എല്ലാ ക്രൂയിസുകളും ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇപ്പൊ പോണ ക്രൂസ് കൂടാതെ ഒരു റൗണ്ടും കൂടി ബോട്ടുകൾ ഞങ്ങളെ തിരിച്ചെത്തിച്ചു കഴിഞ്ഞിട്ട് പോകും. നമ്മൾ ഇന്നലെ ഡ്രാഗൺ ബ്രിഡ്ജ് തീയും വെള്ളവും തുപ്പണത് കണ്ടില്ലേ? ആ ഒരു സമയത്താണ് ഇനിയുള്ള ക്രൂസ് ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അത് നന്നായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റിയ കാരണം പിന്നെ ആ സമയത്ത് എടുക്കേണ്ടെന്ന് തീരുമാനിച്ച്. പിന്നെ ആ സമയത്ത് തിരക്കും കൂടുതലാണെന്ന് ഡ്രൈവർ പറയണ്ടായിരുന്നു. മിക്കവാറും എല്ലാ ബോട്ടുകളും ഇതുപോലെ നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ടിൻ്റെ ഒക്കെ ഒരു ഏകദേശ രൂപമുള്ള ഒരു ബോട്ടാണ് ഈ വന്നത്. ഇതിൻ്റെ അകത്തുള്ള ടേബിളുകളും അതുപോലെ തന്നെ സെറ്റപ്പൊക്കെ കണ്ടിട്ട് ഡിന്നർ ക്രൂയിസ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ബോട്ടാണെന്ന് തോന്നുന്നത്. ഇതിപ്പോൾ ഗസ്റ്റുകൾ എടുക്കാനായിട്ടുള്ള പോക്കാണ്. അധികം താമസിക്കാണ്ട് ഞങ്ങളുടെ ബോട്ട് നീങ്ങി തുടങ്ങിയിട്ടാ. ഇപ്പോഴും നിസാര ആളുകളെ വെച്ചും കൊണ്ടാണ് ഇവർ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കണത്. ഏകദേശം 1 മണിക്കൂറോളം ഈ പുഴയിൽ കൂടെ കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേ ജെട്ടിയിൽ വന്ന് ബോട്ട് എടുക്കും. ഹാൻ റിവർ എന്നാണ് ഈ ഒരു പുഴയുടെ പേര്. ഏകദേശം 20 താഴെ ടൂറിസ്റ്റുകൾ മാത്രമാണ് ഈ ഒരു ബോട്ടിലുള്ളത്. ഇത് തന്നെയാണ് ഈ സമയത്ത് പുഴയിൽ കൂടെ പോണ മിക്ക ബോട്ടിലെ അവസ്ഥ. ഹാൻ റിവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ പാലമാണ് നമ്മുടെ നേരെ കാണുന്നത്. വിയറ്റ്നാമിൻ്റെ ഒരു മോഡേൺ ഫേസ് എന്നുള്ള രീതിയിലാണ് ഇവർ ഈ കേബിൾ സ്റ്റേഡ് സ്വിംഗ് ബ്രിഡ്ജിനെ ട്രീറ്റ് ചെയ്യണത്. ഈ ഒരു പാലത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. വലിയ ഷിപ്പുകൾക്ക് കടന്നു പോകാനായിട്ട് ഈ പാലം 90 ഡിഗ്രിയിൽ തിരിക്കാൻ പറ്റും. 488 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീട്ടം. പിന്നെ അതുകൂടാതെ തന്നെ വിയറ്റ്നാമിലെ തന്നെ ആദ്യത്തെ സ്വിംഗ് ബ്രിഡ്ജാണിത്. ഇനി നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇവിടുത്തെ ഡ്രാഗൺ ബ്രിഡ്ജ്. ഇവിടെയാണ് ഇന്നലെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഡ്രാഗൺ തീ തുപ്പണതും വെള്ളം ചീറ്റണതുമായിട്ടുള്ളൊരു ഷോ കണ്ടത്. ഇതിനോട് ചേർന്ന് തന്നെയായിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യണ വാൻഡ എന്ന് പറഞ്ഞ ഹോട്ടലും ഉള്ളത്. പാലത്തുമ്പോൾ ഡ്രാഗൻ്റെ ഷേപ്പിൽ ലൈറ്റ് ചെയ്തേക്കണത് ഇവിടെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. റോട്ടിൽ നിന്ന് വൺ സൈഡ് മാത്രം കാണുന്ന മാതിരി അല്ലല്ലോ ഇവിടെ നിന്നുള്ള കാഴ്ച. ഡ്രാഗൺ ബ്രിഡ്ജുമ്പോൾ പല കളർ ലൈറ്റുകൾ മാറി മറിഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ മുന്നിൽ കാണുന്നത് ന്യൂൻ വായ് ട്രോയ് എന്ന് പറഞ്ഞ ബ്രിഡ്ജാണ്. ഇതിൻ്റെ സൈഡിലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു വാക്ക് വേ ഒക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്.
അത്ര വലിയൊരു എക്സൈറ്റിംഗ് ഒന്നും അല്ലെങ്കിലും സിറ്റിയുടെ കാഴ്ച നമുക്ക് ഈ പുഴയിൽ നിന്ന് കാണാനായിട്ടുള്ളൊരു അവസരമായിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ഈ ബോട്ടിംഗ്. ഈ ഒരു മണിക്കൂർ കറക്കത്തിൽ നമ്മൾ നേരത്തെ കണ്ട 2 ബ്രിഡ്ജുകളാണ് നമ്മൾ ക്രോസ് ചെയ്ത് തിരിഞ്ഞു പോണത്. നമ്മളിനി ഇവിടെ നിന്ന് തിരിഞ്ഞ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു പോകും. ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചേർന്ന എല്ലാ ബ്രിഡ്ജുകളും നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്താണ് ഇവർ ഒരുക്കി വെച്ചേക്കണത്. ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊരു നൈറ്റ് ലൈഫ് ആക്ടിവിറ്റീസ് ഉള്ള ഏരിയാസാണ് ഇതെല്ലാം. ടൂറിസ്റ്റുകൾ മിക്കവാറും പകൽ സമയത്ത് ഹൊയാനിലേക്ക് അല്ലെങ്കിൽ ബാണ ഹിൽസിലേക്ക് പോയിട്ട് രാത്രിയായിരിക്കും ഇവിടെ തിരിച്ചെത്തണത്. അത്ര ഭയങ്കര നൈറ്റ് ലൈഫ് ആക്ടിവിറ്റി ഉള്ള ഒരു സിറ്റി ഒന്നും അല്ല കേട്ടോ ഡനാങ്. ഹനോയും ഹോച്ചിമിൻ സിറ്റിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പൊതുവെ ഒരു ഇച്ചിരി സ്ലോ ആണ് ഇവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈല്. (2013) ഡ്രാഗൺ ബ്രിഡ്ജ് ഓപ്പൺ ആയത്. ഡ്രാഗൺ ബ്രിഡ്ജിൽ ഷോവിൻ്റെ സമയത്ത് 2 സൈഡിൽ നിന്ന് ട്രാഫിക് എല്ലാം നിർത്തും. ഞങ്ങളാകെ 2 ദിവസമാണ് ഡനാങ്ങിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കുറച്ച് സ്പീഡിൽ തന്നെയാണ് കണ്ടു തീർത്തതും. അതിൻ്റെ ഇടയിൽ ഇവിടെ നൈറ്റ് ലൈഫിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സമയം കിട്ടിയില്ല. നമ്മുടെ സിംഗപ്പൂരിലെ മെർലിയൻ സ്റ്റാച്യൂവിൻ്റെ പോലത്തെ ഉള്ളൊരു മോഡലാണ് ഈ ചെയ്തു വച്ചേക്കണത്. ഏകദേശം മോഡലൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രാഗൺ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. 5 ബ്ലോക്ക് വൈറ്റ് മാർബിൾ വെച്ച് ഏകദേശം 3 മാസം കൊണ്ടാണ് ഈ പ്രതിമ പണിത് കഴിഞ്ഞത്. ഏകദേശം 1 മണിക്കൂറൊക്കെ ആവാറായതോടുകൂടി ബോട്ട് തിരിച്ച് ബോട്ട് ജെട്ടിയിലേക്ക് അടുക്കാറായി. നാളെ രാവിലെയാണ് ഞങ്ങൾക്ക് ഹനോയിലേക്ക് പോകാനായിട്ടുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇന്നിനിപ്പോൾ അധികം കറങ്ങി നടക്കാണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് റൂമിലേക്ക് തിരിച്ചെത്തുകയും വേണം.